ഹൃദയമൊഴികൾ ശ്രവിക്കുന്ന ഏവർക്കും ഒരിക്കലൂടെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്ത: പ്രതികൂലങ്ങളിൽ പതറരുത്, പുതിയതൊന്ന് സംഭവിക്കും നിശ്ചയം. ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരാം. നനയാത്ത നേരത്ത് നനച്ചിരിക്കാത്ത അതിഥിയെപ്പോലെ പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ ഏതൊരു ഭക്തൻ്റെയും ജീവിതത്തിൽ വീശിയടിച്ചേക്കാൻ സാധ്യതയുണ്ട്. പതറിപ്പോകുന്ന, ഇടറിപ്പോകുന്ന അനുഭവങ്ങൾ, വീണുടയുന്നത് പോലെ, പുനരുദ്ധരിക്കുവാൻ കഴിയാത്തതുപോലെ, ചുഴറ്റി എറിയുന്നത് പോലെയുള്ള വിഷയങ്ങൾ വന്നേക്കാം. അതിനാക്കം കൂട്ടത്തക്ക നിലയിൽ മാനുഷിക വാക്കുകൾ കാതുകളിൽ മുഴങ്ങാനും സാധ്യതയുണ്ട്. അതൊരു ഭക്തനായാലും അഭക്തനായാലും രാജാവായാലും പ്രജയായാലും ഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരിക്കൽ മാരകമായ രോഗത്തിനടിമയായ 38-കാരൻ റൂസ്വെൽറ്റിനോട് തൻ്റെ ഡോക്ടർ പറഞ്ഞു, ഇനിയുള്ള കാലം താങ്കൾക്ക് ക്രിയാത്മകമായി ഒന്നും ചെയ്യാൻ കഴിയാത്തവനായി രോഗക്കിടക്കിൽ അഭയം പ്രാപിക്കേണ്ടി വരും. അദ്ദേഹം തളരാതെ ഡോക്ടറുടെ മറുപടി പറഞ്ഞു, ഡോക്ടർ, താങ്കൾ പറഞ്ഞത് ശരിയായിരിക്കാം, പക്ഷേ ഞാൻ ജീവിതം തുടങ്ങിയിട്ടേയുള്ളൂ. തൻ്റെ ഡോക്ടർ സകലവും തീർന്നു എന്ന് പറഞ്ഞപ്പോൾ റൂസ്വെൽറ്റ് പറയാൻ, ഞാൻ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. താൻ പറഞ്ഞതുപോലെ വർഷങ്ങളോളം ജീവിക്കുക മാത്രമല്ല, അമേരിക്കയുടെ പ്രസിഡൻ്റ് പദം വരെ അലങ്കരിച്ചു. ഈ ചരിത്ര സംഭവം നമ്മോട് പറയുന്നത്, ലോകം തീർന്നു എന്ന് പറയുന്നിടത്താണ് ചിലർ ജീവിതത്തിൻ്റെ തുടക്കം കുറിക്കുന്നത്. ഇനി അധികമില്ല, തീരാൻ പോകുകയാണ്, തീർന്നു. കേട്ട ശബ്ദത്തെ മനക്കരുത്തുകൊണ്ടും ഇച്ഛാശക്തി കൊണ്ടും നേരിട്ടവർ റൂസ്വെൽറ്റിനെ പോലെ നിരവധി പേരുണ്ട്. ചിലർ വിധിയെന്നും ശാപമെന്നും രക്ഷയില്ലെന്നും പറഞ്ഞ് നിരാശയുടെ പടുകുഴിയിൽ ശിഷ്ടകാലം കഴിച്ചു കൊട്ടുന്നവരാണ്. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങൾ നിരാശയും ഭയവും ഉളവാക്കുന്ന വാക്കുകൾ നീരാളിക്കരങ്ങൾ പോലെ രക്ഷപ്പെടാനാവാത്ത വിധം അവരെ വരിച്ച് മുറുക്കി തകർത്ത് കളയും. എന്നാൽ റൂസ്വെൽറ്റിനെ പോലെ കേട്ട പ്രതികൂലത്തിൻ്റെ വാക്കുകൾക്ക് മുൻപിൽ അടിപതറാതെ, ഞാൻ തീരാൻ പോവുകയല്ല, പുതിയൊരു തുടക്കം കുറിക്കാൻ പോവുകയാണെന്ന് മനസ്സിൽ ഉറയ്ക്കണം. ആദ്യം കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ കറുത്ത ദിനങ്ങളെ നോക്കിക്കൊണ്ട് കാതിൽ പ്രതികൂലത്തിൻ്റെ പെരുമ്പറ മുഴക്കിയ ഉറവിടത്തെ നോക്കിക്കൊണ്ട് വിളിച്ച് പറയണം, ഞാൻ പുതിയതൊന്ന് തുടങ്ങാൻ പോകുകയാണ്, പുതിയതൊന്ന് സംഭവിക്കാൻ പോകുന്നു. ജീവിതത്തിൻ്റെ തകർച്ചകളെ, ഇടിവുകളെ നോക്കി പറയണം, പണിയപ്പെടാൻ പോവുകയാണ്, ഞാൻ തകരാൻ പോകുകയല്ല. ദുഃഖത്തിന് പകരം സന്തോഷം വരാൻ പോകുന്നു. എൻ്റെ മരുഭൂമിയിൽ മലർവാടിയുടെ അനുഭവങ്ങളുണ്ടാകും. എൻ്റെ ശൂന്യതകൾ മാറുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ടാകണം. വിശുദ്ധ ബൈബിളിലെ ചരിത്ര പുരുഷനായ ദാവീദ് ഇങ്ങനെ പറയുകയാണ്, തൻ്റെ സ്വന്തം വാക്കുകൾ തന്നെ ശ്രദ്ധിച്ചാൽ, തൻ്റെ സ്വന്തം കുടുംബത്തിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ഒക്കെ ത്യജിക്കപ്പെട്ടവനാണ്. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നെങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളുമെന്ന വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം നടത്തിയവനാണ് ദാവീദ്. സ്വന്തം ഭവനത്തിൽ നിന്നും കാടുകളിൽ അലയുന്ന ദാവീദ്, കാടുകളിൽ നിന്നും പടക്കളത്തിലേക്ക്, പടക്കളത്തിൽ നിന്നും ജയാളിയായി പടത്തലവനിലേക്കുള്ള ചുവടുമാറ്റം, കുന്തമുനയിൽ നിന്നും കാട്ടാട്ടിൻ പാറകളിലും മാവോൻ മരുവിലും ഗുഹകളിലും പ്രാണന് വേണ്ടി നെട്ടോട്ടമോടുന്ന ദാവീദ്, സ്വന്തം ചോരയിൽ പിറന്ന മകൻ രക്തദാഹിയായെങ്കിലും മരണത്തിൽ നിന്നും ജീവനിലേക്ക് ദൈവത്തിൽ ആശ്രയിച്ച ഭക്തൻ്റെ ജീവിതത്തിൻ്റെ ഗതി തിരിച്ച ദൈവത്തിൻ്റെ കരം ഇന്നും കുറുതായിട്ടില്ല കേട്ടോ. തന്നെ സിംഹാസനത്തിൽ തിരികെ കൊണ്ടുവന്ന ഭക്തൻ പറയുന്നു, ഞാൻ മരിക്കുകയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. സങ്കീർത്തനം 118:17. ലോകം പറയുന്നു കഴിഞ്ഞു. റൂസ്വെൽറ്റിനോട് ഡോക്ടർ പറഞ്ഞതുപോലെ വൈദ്യശാസ്ത്രം പറഞ്ഞേക്കാൻ പ്രതീക്ഷിക്കുകയില്ല. എന്നാൽ പ്രത്യാശയുള്ള ഒരു ഭക്തൻ പറയുന്നു, ഡോക്ടർ പറഞ്ഞതല്ല സംഭവിക്കാൻ പോകുന്നത്, എൻ്റെ ദൈവം പറഞ്ഞതേ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ. 2, ദൈവകൃപയിൽ ആശ്രയിച്ചൊരു ഭക്തൻ പറഞ്ഞതേ സംഭവിക്കുകയുള്ളൂ എന്നുറയ്ക്കണം. സങ്കീർത്തനക്കാരൻ പറയുന്നത്, മരിക്കണമോ ജീവിക്കണമോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, സാത്താനല്ല. മരണത്തിൻ്റെ ശക്തികളല്ല, രോഗത്തിൻ്റെ ആത്മാവോ രോഗത്തിൻ്റെ അണുക്കളോ അല്ല. ഞാൻ ജീവിച്ചിരിക്കേണ്ടത് എൻ്റെ മാത്രം ആവശ്യകതയല്ല, എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇനിയും എന്നിലൂടെ വെളിപ്പെടാനുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ഉള്ളിൽ ആ ബോധമുണ്ട്, ഇനിയും ചിലത് എൻ്റെ ദൈവത്തിന് വേണ്ടി ചെയ്യാൻ ഉണ്ട്. ദൈവഹൃദയത്തെക്കുറിച്ചുള്ള വ്യക്തതയും ഉണ്ടെങ്കിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് ഓരോ ഭക്തനും പറയുവാൻ കഴിയും, ഇല്ല, എൻ്റെ പ്രതിസന്ധികൾക്ക് എന്നെ തീർക്കാനാകില്ല, ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. എൻ്റെ നാളുകൾ ദൈവത്തിൻ്റെ
ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. അതേ പ്രിയ സ്നേഹിതരെയും, പുതിയതൊന്ന് സംഭവിക്കും. ഇപ്പോഴുള്ള പ്രതികൂലങ്ങൾക്കും പ്രതിസന്ധികൾക്കും നമ്മളെ ഒതുക്കാൻ കഴിയുകയില്ലെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. ഇതുവരെ ശ്രമിച്ച് ഏവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, പ്രതികൂലങ്ങളിൽ പതറുന്നവരെ, ഇടറുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ പുതിയതൊന്ന് ചെയ്യുവാൻ വിശ്വസ്തനാണ് കർത്താവേ. റൂസ്വെൽറ്റിനെ പോലെ, ദാവീദിനെ പോലെ ജീവിതത്തിൽ പ്രതികൂലത്തിൻ്റെ വാക്കുകൾ, നെഗറ്റീവായ വാക്കുകൾ, പോസിറ്റീവായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് എൻ്റെ ദൈവത്തിന് ഇനിയും എന്നെ ആവശ്യമുണ്ട്, എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇനിയും എന്നിലൂടെ വെളിപ്പെടാറുണ്ട് എന്നുള്ള ആ ബോധ്യത്തോടെ മുന്നേറാൻ സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ നിങ്ങളേവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.